അല്ല, വടകര കേരളത്തിലെ ഒരുപക്ഷെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള, അക്യൂട്ട്ലി പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടൊരു മണ്ഡലമാണ് വടകര. വടകരയുടെ ചരിത്രത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് 91-ലെ ആ മത്സരമാണ്. അന്ന് കോൺഗ്രസും ലീഗും BJPയും ഒന്നിച്ച് മത്സരിച്ച സമയത്ത് പോലും മതേതര രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് വോട്ട് കുത്തിയ ഒരു ജനതയാണ് വടകരയിലുള്ളത്. അപ്പോൾ വടകരയിലിരിക്കുന്ന ആളുകളെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സോഷ്യൽ അതിൽ ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിലോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വടകരയിലെ ജനങ്ങളൊക്കെ ഇളകിയിട്ട് വർഗീയവാദികളാവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. വടകരയിലെ ജനങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ സമരങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ്, വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളതാണ്, വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളൊരു ജനതയാണ്. അപ്പോൾ അവിടെയുള്ളൊരു സംഗതി ഞാൻ മനസ്സിലാക്കുന്നത് കടുത്ത നീതിബോധമുള്ളൊരു ജനതയാണ്. വളരെ കർശനമായ നീതിബോധമുള്ള ഒരു തെറ്റിനെ അവരൊരിക്കലും അംഗീകരിക്കില്ല. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പല ആളുകളും നടത്തിയിരിക്കുന്ന പ്രചാരണം, ഇപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ശൈലജ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയ പത്രസമ്മേളനത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഞാനത് പറഞ്ഞു, എതിർ സ്ഥാനാർത്ഥിയുടെ മേലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് അടക്കമുള്ള ആളുകളെ ഒരു ആരോപണത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തനിക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അത്തരം കാര്യങ്ങളിൽ അവർക്ക് പറ്റിയ പെശക് പിന്നീട് അവർക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നു. അത്തരം കാര്യങ്ങൾ അവർക്ക് പറ്റിയ പെശക് തന്ത്രപരമായിട്ട് സ്ട്രാറ്റജിക്കായിട്ട് വലിയ തരത്തിലുള്ള ആപത്ത് അവർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ബഹുജന സമൂഹത്തിന് മുമ്പിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ CPM-ന് പറ്റിയുള്ള തെറ്റുകൾ വളരെ ഗുരുതരമാണ്. ഏതായാലും ശരി, വടകരയിൽ ആര് വിജയിക്കുന്നു പരാജയപ്പെടുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതുവരെയുള്ള അനുഭവം നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം അനുഭവം നോക്കിക്കഴിഞ്ഞാൽ വടകരയിൽ CPM-ന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണയും അവർ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. അതിനെ ഒരു വർഗീയമായിട്ടുള്ള മട്ടിലുള്ള ഒരു ക്യാമ്പയിനാക്കി മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, പല ക്യാമ്പയിൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ശ്രമം നടക്കുന്നതായിട്ട് തോന്നും. അത് വളരെ വളരെ ആപൽക്കരമാണ്. CPM-ന്റെ ചരിത്രത്തിൽ പോലും ഇങ്ങനെയൊരു ഏർപ്പാട് അവർ നേരത്തെ ചെയ്തിട്ടില്ല. അത് വടകരയിൽ അവർ അങ്ങനെ ഇനാഗുറേറ്റ് ചെയ്യുകയാണെങ്കിൽ, TP ചന്ദ്രശേഖരൻ മാഷല്ല സ്റ്റിക്കറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അതൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ പൂർണ്ണമായിട്ടും തമസ്കരിക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന വളരെ വളരെ മോശമായിട്ടുള്ള ഒരു പുതിയ പാരമ്പര്യം അവർ വടകരയിൽ സൃഷ്ടിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിർഭാഗ്യകരമായിട്ടൊരു കാര്യം.